ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ കേസിൽ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസുമാണ് നമുക്കുള്ളത്. അപ്പോൾ 4 പോസിബിൾ റിസൾട്ടാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തിസിസ് ട്രൂ ബട്ട് our test accept it. Second one എന്ന് പറയുന്നത് the hypothesis is false but our test reject it. Third one പറയുന്നത് the hypothesis is true but our test reject it. Last one എന്ന് പറയുന്നത് the hypothesis is false but our test accept it. അപ്പോൾ നമുക്കറിയാം, ഈ 4 പോസിബിലിറ്റി ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ 2 പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇററാണത്. അപ്പോൾ ഇത് നമുക്ക് ചുരുക്കിയിട്ട് നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ, റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് ടൈപ്പ് 1 എറർ എന്നുള്ളത്. ആ ഒരു ടൈപ്പ് എററിനെ നമ്മൾ പറയും ടൈപ്പ് 1 എറർ എന്നുള്ളത്. അടുത്ത ടൈപ്പ് എറർ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ആ ടൈപ്പ് എററിന് പറയുന്ന പേരാണ് ടൈപ്പ് 2 എറർ എന്നുള്ളത്. ഓക്കെ, ട്രൂ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 1 എററും ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 എററുമാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ കോർട്ട് റൂം എ ഡിഫൻഡർ ഇസ് കൺസിഡർഡ് നോട്ട് ഗിൽറ്റി ആസ് ലോങ് ആസ് ഹിസ് ഗിൽറ്റ് ഇസ് നോട്ട് പ്രൂവൻ. ദ പ്രോസിക്യൂട്ടർ ട്രൈസ് ടു പ്രൂവ് ദ ഗിൽറ്റ് ഓഫ് ദ ഡിഫൻഡർ. only when there is enough charging evidence the defender is condemned. In the start of the procedure there are 2 hypotheses. അപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കോർട്ട് റൂം ട്രയലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളെ ഡിഫൻഡർ എന്ന് പറയുന്നത്, പ്രതി എന്ന് പറയുന്നത് കുറ്റക്കാരനാണ് എന്ന് പ്രൂവ് ചെയ്യുന്നവരെ അയാൾ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്. ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഡിഫൻഡർ ഇസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഡിഫൻഡർ ഇസ് ഗിൽറ്റി. അത് അയാൾ തെറ്റ് ചെയ്തിരിക്കണമെന്നുള്ളത് പ്രൂവൺ ആയാൽ മാത്രമേ അയാൾ തെറ്റ് ചെയ്തിരിക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യും ഡിഫൻഡർ ഇസ് ഗിൽറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ പറഞ്ഞാണ് നൾ ഹൈപ്പോത്തിസിസ്, സെക്കൻഡ് വൺ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഇനി നമുക്ക് ഈ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയ കേസും അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യുന്നതും വരുമ്പോൾ ഉള്ള ഡിസിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് നൾ ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ, അടുത്തത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ. അപ്പോൾ നമുക്കറിയാം നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ ഫിക്സ് ചെയ്തത് ഹി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഫിക്സ് ചെയ്തത് ഹി ഈസ് ഗിൽറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് അത് ട്രൂ ആയി നിൽക്കുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ട്രൂ ആയി നിൽക്കുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കേസിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ റോങ് ഡിസിഷൻ വരുന്നത്. ഇനി സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ട്രൂ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് റോങ് ഡിസിഷനാണ്. ഓക്കെ, അപ്പോൾ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെ കറക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോങ് ഡിസിഷൻ ആകുമ്പോൾ അവിടെ ടൈപ്പ് 2 എററാണ് ഒക്കർ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയും. ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എറർ എന്നാണ് പറയാം. അതല്ലേ ഇവിടെ ഉള്ളത്. ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 1 എറർ നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഇനി ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ നമുക്ക് എന്ത് പറയാം, ട്രൂ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴെന്ന് പറയാം. അപ്പോഴാണ് ടൈപ്പ് 2 എറർ ഒക്കർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മളെ ടെസ്റ്റിനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. 1 ടെയിൽ ടെസ്റ്റും 2 ടെയിൽ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ടെയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്
അവിടെ ഹൈപ്പോത്തസിസ് പോപ്പുലേഷൻ പാരാമീറ്റർ റിജക്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ്റെ രണ്ട് സൈഡിലും ആ രണ്ട് ടെയിലിൻ്റെ സൈഡിലും ഉണ്ടെങ്കിലാണ് ടു ടെയിൽ ടെസ്റ്റ് എന്ന് പറയാം. Okay, two-tail test is that where the hypothesis about the population parameter is rejected for the value of sample statistic falling into either tail of the distribution. നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡിലും ആണ് നമ്മളെ വാല്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ടു ടെയിൽ ടെസ്റ്റാണ്. Okay, when the hypothesis about the population parameter is rejected for the value of sample statistic falling into one side tail of the distribution, then it is called one tail test. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം, വൺ ടെയിൽ ടെസ്റ്റ് ആണെങ്കിലും ടു ടെയിൽ ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പാരാമീറ്റർ എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യുന്ന വാല്യൂ ഏത് സൈഡിലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ ഏത് സൈഡിലാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വൺ ടെയിൽ ടെസ്റ്റ് ആണോ ടു ടെയിൽ ടെസ്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇഫ് ദ റിജക്ഷൻ ഏരിയ ഫോൾസ് ഓൺ ദ റൈറ്റ് സൈഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് ടെയിൽ ടെസ്റ്റ്. റൈറ്റ് സൈഡിലാണ് നമ്മൾ റിജക്ഷൻ ഏരിയ ഉള്ളത് എങ്കിൽ നമ്മളതിനെ റൈറ്റ് ടെയിൽ ടെസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് പറയാം ഓൾട്ടർനേറ്റീവായിട്ട് റിജക്ഷൻ ഏരിയ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ് എന്നാണ് പറയാം. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് നോർമൽ കേർവ്സ് തന്നിക്കണ്. ലെഫ്റ്റ് സൈഡിൽ റിജക്ഷനുള്ള ഏരിയനെ നമ്മൾ എന്താ പറയുക, ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ് എന്ന് പറയും. റൈറ്റ് സൈഡിലെ റിജക്ഷൻ ഏരിയയെങ്കിൽ റൈറ്റ് ടെയിൽ ടെസ്റ്റ് എന്ന് പറയും. രണ്ട് സൈഡിലുണ്ടെങ്കിൽ ടു ടെയിൽ ടെസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് നോക്കാം. H0 such that mu greater than or equals to 3. അതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്താ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് ലെസ് ദാൻ. അപ്പോൾ അത് ലെസ് ദാൻ 3 എന്ന് പറയുന്നത് വൺ ടെയിൽ ടെസ്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കൂ. H0 such that mu less than or equal to 3. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 such that mu greater than 3. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് H0 mu equals to 3 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ വരിക, mu not equals to 3 ആണ് വരിക. അങ്ങനത്തെ കേസിലാണ് ടു ടെയിൽ ടെസ്റ്റ് വരിക. നോട്ട് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം. അതുകൊണ്ട് ടു ടെയിൽ ടെസ്റ്റാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ മ്യൂ ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 3നേക്കാളും കുറവുള്ള ഏരിയ ആകുമ്പോഴാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് റീജിയനായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് വൺ ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ നമ്മളെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ടെയിൽഡിലാണെങ്കിൽ ലെഫ്റ്റ് ടെയിൽഡിലും വൺ ടെയിൽ ടെസ്റ്റ് ആയതുകൊണ്ട് ആൽഫയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ടു ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ആൽഫ ബൈ 2 ആണ്, അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ചെക്ക് ചെയ്യുക ആൽഫ ബൈ 2 എന്നുള്ളതിലാണ്. അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് കേസിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയാണ്. മൂന്നാമത്തെ കേസിൽ ടു ടെയിൽ ടെസ്റ്റിൽ ആൽഫ ബൈ 2 ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സമ്മറി ആയിട്ട് നമുക്കിങ്ങനെ ഇതിൽ എഴുതാം. വൺ ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും നമ്മളെ ഷെയ്ഡ് ഉണ്ടാവുക. അപ്പോൾ എന്താ വരിക, H0 such that mu equals to mu naught against H1 such that mu less than mu naught. അങ്ങനത്തെ കേസിൽ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഇനി നോട്ട് ഈക്വൽ ടു എന്നുള്ള കേസിലാണെങ്കിൽ അത് ടു ടെയിൽ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ടെയിലിൻ്റെ രണ്ട് സൈഡിലും റിജക്ഷൻ റീജിയനാണ് വരിക. ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ റൈറ്റ് ടെയിൽ ടെസ്റ്റ് ആയിരിക്കും, ഒരു സൈഡിൽ മാത്രമാണ് ഷെയ്ഡ് വരിക. ഇനി നെക്സ്റ്റ് ഒരു ടേബിളാണ്. ഈ ടേബിൾ നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ പഠിക്കുന്ന സമയത്ത് ഇതിൽ ചില വാല്യൂസ് നമ്മൾ പഠിച്ചതാണ്. 5% സിഗ്നിഫിക്കൻസ് ലെവലിൽ സെഡിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ
അതേമാതിരിയുള്ള കുറച്ച് നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് ചിലതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. 1% സിഗ്നിഫിക്കൻസ്, 5% സിഗ്നിഫിക്കൻസ്, 10% സിഗ്നിഫിക്കൻസ് ലെവലുള്ള സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ടെയിൽ ടെസ്റ്റിലും 2 ടെയിൽ ടെസ്റ്റിലും ക്രിട്ടിക്കൽ വാല്യൂസ് എന്താണെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 10% സിഗ്നിഫിക്കൻസ് ലെവലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡിൻ്റെ 1 ടെയിൽ ടെസ്റ്റിലെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.28 അല്ലെങ്കിൽ -1.28 ആയിരിക്കും. ഇനി 2 ടെയിൽ ടെസ്റ്റ് ആണെങ്കിൽ 1.645 അല്ലെങ്കിൽ -1.645 ആയിരുന്നു 10% സിഗ്നിഫിക്കൻസ് ലെവലാകുമ്പോൾ സെഡിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ. ഇനി 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ സെഡിൻ്റെ 1 ടെയിൽ ടെസ്റ്റിലെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.645 അല്ലെങ്കിൽ -1.645 ആണ്. ഇനി 2 ടെയിൽ ടെസ്റ്റിലാണെങ്കിൽ സെഡിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.96 അല്ലെങ്കിൽ -1.96 ആണ് വരിക. ഇനി 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ കേസിലാണെങ്കിൽ സെഡിൻ്റെ 1 ടെയിൽ ടെസ്റ്റ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.33 അല്ലെങ്കിൽ -2.33 ആണ്. അതേപോലെ 2 ടെയിൽ ടെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ 2.58ഉം -2.58ഉം ആണ് ക്രിട്ടിക്കൽ വാല്യൂസ് വരാം. അപ്പോൾ ഈ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും.